പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 136 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി ഗലീലി മുഴുവനും, അതായത് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ച യേശുവിനെ നമ്മൾ കാണുകയായിരുന്നു. അത് ഈശോയുടെ പദയാത്രയായി നമ്മൾ മനസ്സിലാക്കി. വെറും പദയാത്രയല്ല, ഗ്രൗണ്ട് റിയാലിറ്റീസ്, ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് അറിയാനുള്ള യാത്രയായി നമ്മളതിനെ മനസ്സിലാക്കി. മറ്റൊരു വാക്കിൽ നമ്മൾ പറഞ്ഞത്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഡാറ്റ കളക്ഷനായി നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഡാറ്റ അനാലിസിസ് നമ്മൾ കാണുകയാണ്. ഈശോ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കയറിച്ചെന്ന് അവിടെയെല്ലാം ചുറ്റി സഞ്ചരിച്ച് അവിടുത്തെ ജനത്തിൻ്റെ അവസ്ഥ, ആ ഡാറ്റ എല്ലാം എടുത്ത് ഈശോയ്ക്ക് അതിൻ്റെ അനാലിസിസ് കൃത്യമായിട്ട് നടത്താൻ കഴിഞ്ഞു. അതാണ് 9-ാം അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യത്തിൽ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 9-ാം അധ്യായം 35-ാം വാക്യത്തിലെ പദങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചു. ഇപ്പോൾ 9:36 ഒരു പ്രത്യേക പ്രയോഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാം. 9:36 ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ, അത് വല്ലാത്തൊരു പ്രയോഗമാണ്. ഡാറ്റ അനാലിസിസ്, അതിൻ്റെ റിസൾട്ട് അതാണ്. ഇടയനില്ലാത്ത ആടുകളെപ്പോലെയാണ് ആ ജനത്തിൻ്റെ അവസ്ഥ. ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഫ്രേസ് ഹോസെയ് പ്രോബത മേ എക്കൊന്ത പൊയ്മേന എന്നാണ്. ഹോസെയ് പ്രോബത മേ എക്കൊന്ത പൊയ്മേന, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രയോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് അക്ഷരം പ്രതി നമുക്ക് പഴയ നിയമത്തിൽ കാണാം. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ. ഹോസെയ് പ്രോബത്ത മേ എക്കൊന്ത പൊയ്മേന, അതെവിടെയാണ്? സംഖ്യാപുസ്തകത്തിലാണ്. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 16-ാം വാക്യം. അവിടുത്തെ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയിപ്പോകാതെ, എന്നിട്ട് 17-ാം വാക്യം, എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവൻ്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിൻ്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ. എന്താണ് പശ്ചാത്തലം? നമ്മൾ സംഖ്യ 27:12 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അനന്തരം കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അബറീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിനു കൊടുത്തിരിക്കുന്ന ദേശം കാണുക. അതു കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹ്റോനെപ്പോലെ പിതാക്കന്മാരോട് ചേരും. അപ്പോൾ ഇതാണ് പശ്ചാത്തലം. മോശയോട് അബാറീം മലയിൽ കയറി വാഗ്ദത്ത നാട് കണ്ട് മരണമടയാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മോശ മരിക്കും. വാഗ്ദത്ത നാട്ടിലേക്ക് മോശയ്ക്ക് പോകാനാവില്ല. ഇത് കേട്ടപ്പോൾ മോശ ഉടനെ കർത്താവിനോട് പറയുന്നു. അതാണ് 15-ാം വാക്യം. മോശ കർത്താവിനോട് അപേക്ഷിച്ചു, അവിടുത്തെ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ
ആയിപ്പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവൻ്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിൻ്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ. പ്രിയപ്പെട്ടവരെ, മോശയുടെ ഈ അഭ്യർത്ഥനയ്ക്ക് ദൈവം ചെവി കൊടുത്തോ? തീർച്ചയായും. തൊട്ടു പിന്നാലെ നമ്മൾ കേൾക്കുന്നു, കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നൂനിൻ്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവൻ്റെ മേൽ നീ കൈവയ്ക്കുക. പുരോഹിതനായ എലിയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ നിർത്തി അവർ കാണെ നീ അവനെ നിയോഗിക്കുക. അപ്പോൾ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ എന്ന ആ പ്രയോഗത്തിൻ്റെ പശ്ചാത്തലം വ്യക്തമാണ്. മോശയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കാനുള്ള അധികാരം ജോഷുവ ഏറ്റുവാങ്ങാൻ പോകുന്നു. അതൊരു ബാറ്റൺ കൈമാറ്റത്തിൻ്റെ നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, പശ്ചാത്തലം ഓർക്കണം. 9:36 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:36 ഇത് കഴിഞ്ഞിട്ട് 9:37 കഴിഞ്ഞിട്ട് 10-ാം അധ്യായത്തിൽ എന്താ കാണുന്നത്? 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ 12 പേരെ ഈശോ വിളിക്കുകയും അവരെ ബലപ്പെടുത്തുകയും അവരെ പഠിപ്പിക്കുകയും അധികാരപ്പെടുത്തുകയും ചെയ്ത് അയക്കുകയാണ്. തൻ്റെ പ്രതിനിധികളായി ശിഷ്യരെ അയക്കുന്ന കർത്താവ്. അപ്പോൾ നോക്കുക, യേശുവിൻ്റെ ശുശ്രൂഷ ശിഷ്യന്മാരെ അതിൽ പഠിപ്പിക്കാനായിട്ട്, അതിൽ പരിശീലിപ്പിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ രസകരമായ കാര്യം, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവർ പരിഭ്രാന്തരും നിസ്സഹായരുമാണ്. നോക്കൂ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈശോയെ ഇടയനായി ചിത്രീകരിക്കാൻ, അത് മത്തായി 2:6 ജനത്തെ മേയ്ക്കാൻ ഒരു ദൂതൻ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി, റൂളർ വരുമെന്നുള്ള മിക്ക 5:2 ഉദ്ധരിച്ചുകൊണ്ട് മത്തായി 2:6 അവിടെ കാണാം. പക്ഷെ അവിടെ വാക്കുണ്ട് മേയ്ക്കുക, ഇടയൻ ചെയ്യുന്ന പണിയാണ് മേയ്ക്കുക. അതുപോലെ തന്നെ 26:31 നമ്മൾ കാണുന്നുണ്ട് ഇടയനെക്കുറിച്ച്, ഇടയനെ അടിക്കും ആടുകൾ ചിതറും. അത് ഈശോയെക്കുറിച്ച് തന്നെയാണ് ആ ഇടയൻ എന്ന പദം പ്രയോഗിച്ചത്. അപ്പോൾ വിശുദ്ധ മത്തായിക്ക് കൃത്യമായ ഒരു താല്പര്യമുണ്ട്. ഈശോയാണ് യഥാർത്ഥ ഇടയൻ. ഒരുപക്ഷെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈശോ നല്ല ഇടയൻ, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന ആ ക്ലെയിം, അതിൻ്റെ മറ്റൊരു ഭാഷ്യമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഈശോയുടെ ആ ചുറ്റിസഞ്ചാരം അല്ലെങ്കിൽ പദയാത്ര, ഡാറ്റ കളക്ഷൻ, അതിലൂടെയെല്ലാം ഈശോ എത്തി നിൽക്കുന്ന ഡാറ്റ അനാലിസിസ്, ജനത്തിൻ്റെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാണ് എന്നാണ്. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവർ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഇതിനു മുൻപ് നമ്മൾ 2 എപ്പിസോഡുകളിലായി പരിഭ്രാന്തർ എന്ന പദത്തിൻ്റെയും നിസ്സഹായർ എന്ന പദത്തിൻ്റെയും അർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി പെട്ടെന്നത് പറയുകയാണ്. എസ്കുൾമെനോയ്, പരിഭ്രാന്തർ, കീറിപ്പറിഞ്ഞവർ എന്നാണ് അക്ഷരാർത്ഥം. സ്കുള്ളോ, കീറിപ്പറയുക, എസ്കുൾമെനോയ്, കീറിപ്പറിഞ്ഞവർ. എന്താ? ഇടയനില്ലാത്ത ആടുകൾ പാറക്കൂട്ടത്തിനിടയിലൂടെ, മുള്ളുകൾക്കിടയിലൂടെ ഒക്കെ നീങ്ങും. കാരണം വഴി കാണിക്കാൻ ആളില്ല. അങ്ങനെ വരുമ്പോൾ കീറിപ്പറിയും അവയുടെ ദേഹം. അതുപോലെ എറിമ്മനോയ്, റിപ്തോ, എറിയുക, എറിമ്മനോയ്, എറിയപ്പെട്ടവർ, വീണുപോയവർ. എങ്ങനെ വീണുപോയവർ? 4 കാലും മുകളിലേക്കായി വീണുപോയ ആടുകൾ. ഒന്നാലോചിച്ച് നോക്കുക. വാലാട്ടാനും കരയാനും മാത്രം കഴിയും, എഴുന്നേൽക്കാനാവില്ല. 4 കാലും മുകളിലായി മലർന്നടിച്ച് വീണാൽ ആടിന് എഴുന്നേൽക്കാനാവില്ല. ഇടയൻ വന്ന് എടുക്കാതെ അവയ്ക്ക് എഴുന്നേൽക്കാനാവില്ല. പ്രിയപ്പെട്ടവരെ, ഡാറ്റ അനാലിസിസിൻ്റെ റിസൾട്ട്, ജനം
പരിതാപകരമായ അവസ്ഥയിലാണ് എന്നതാണ്. സത്യത്തിൽ എല്ലാ ഇടയന്മാരും ജനത്തിൻ്റെ അവസ്ഥ ഈശോയെപ്പോലെ തിരിച്ചറിയണം. എങ്കിൽ കൃത്യമായ വളരെ ക്രിയാത്മകമായ നേതൃത്വം അവർക്ക് തീർച്ചയായും നൽകാനാവും. പ്രത്യേകിച്ച് പുത്തൻ നേതാക്കളെ സൃഷ്ടിക്കാനുമാവും. ഈശോ കൃത്യമായി ചെയ്യുന്നത് അതാണ്. 12 പേരെ വിളിച്ച് ഒരുക്കി അയക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം